നമ്മൾ എന്താണെങ്കിലും ഒരു മീനിന് തീറ്റ കൊടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. മമ്മിയുണ്ട് കേട്ടോ. മമ്മീനെ കുറേ നാളായിട്ട് വീഡിയോസിനകത്തൊന്നും കാണുന്നില്ല, കുക്കിംഗ് ഇല്ല എന്നും എല്ലാവരും പറയുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടിടാൻ പോകുന്നില്ല ലോക്ക്ഡൗൺ ആയിട്ട്. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും ഒന്നും പറയാനില്ല, എല്ലാവരും സുഖമല്ലേ? അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ കൊടുക്കാൻ പോവാണ്. തണ്ണിമത്തൻ ഏത് മീനാണ് കൊടുക്കുന്നത് പറഞ്ഞു തരാം. നമ്മുടെ ചാനലിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ മീനുകളിലൊന്നായ അരാപ്പയമ്മയ്ക്ക് തീറ്റ കൊടുക്കുന്ന വീഡിയോ മുതൽ നമ്മൾ പല മീനുകൾക്കും തീറ്റ കൊടുക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മീനാണ്, വളരെ ചെറിയൊരു മീനാണ്. അത് നമ്മൾ കൊടുക്കുന്നത് തണ്ണിമത്താണ്. എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത്രയും വലിയ പീസല്ല നമ്മൾ കൊടുക്കാൻ പോകുന്നത്, ബാക്കിയൊരു നമുക്ക് കഴിക്കുകയും ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ആമയ്ക്ക് തണ്ണിമത്തനും മീനും കൊടുക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ പോയി നോക്കി കഴിഞ്ഞാൽ ആമ തണ്ണിമത്തൻ തരുന്ന കാണാൻ പറ്റും. നമുക്കൊരു ത്രികോണ ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. അത് നമ്മളേക്ക് കാണാനും കുറച്ച് ഭംഗിയുണ്ടായിരിക്കും. ഓക്കെ, പെർഫെക്റ്റ്. എനിക്കിത് കഴിക്കാൻ തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇത്രയും വലുതല്ല, വളരെ സ്ലൈസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇച്ചിരി കിട്ടണം, അത് മതി. ഫ്ലഷും വേണം, അത്രയും അറ്റം വരെ വേണം. അടിപൊളി. അപ്പം നമ്മുടെ തണ്ണിമത്തൻ്റെ ഈ ഒരു പീസാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. കറക്റ്റ് കട്ടാണല്ലോ മമ്മി, നല്ല കട്ടിങ്ങാണല്ലോ. ഇതിങ്ങനെയല്ല കൊടുക്കാൻ പോകുന്നത്, ഇത് നമുക്ക് തിളപ്പിക്കണം കേട്ടോ. അല്ല, നമ്മൾ തണ്ണിമത്തൻ ഇതുവരെ വേവിച്ച് അമ്മ കണ്ടോ? എന്നാൽ നമ്മൾ മീൻ കൊടുക്കുന്ന തണ്ണിമത്തൻ വേവിക്കണം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വേവിച്ച് കഴിയുമ്പോൾ ഇത് പൊങ്ങിക്കിടക്കും. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ തണ്ണിമത്തൻ നന്നായിട്ട് വേഗം. അപ്പോൾ അത് മീൻ കൊണ്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ പപ്പ എന്നാൾ നേരത്തെ കഴിക്കാനുണ്ട്. ഞങ്ങളെല്ലാവരും കഴിച്ചായിരുന്നു. ഇന്ന് തന്നെ കഴിക്കുന്നത് ചക്കയും പോർക്കും. ഞങ്ങൾ കുറച്ച് തണ്ണിമത്തനെ കഴിച്ചുകൊണ്ട് വിശക്കുന്നില്ല. അപ്പോൾ ഞാൻ അക്വേറിയം കാണിച്ചു തരാം. ഇത് എൻ്റെ റൂമിലുള്ളൊരു അക്വേറിയമാണ്, വളരെ ചെറിയ അക്വേറിയമാണ്. ഇതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെ മീനുകളുണ്ടെന്ന് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന കുറച്ച് മീനുകളല്ലേ, ഇതല്ലാതെ ഇതിനകത്ത് കുറേ മീനുകളുണ്ട്. അപ്പൊ ഇതിനകത്താണ് നമ്മൾ നമ്മുടെ തണ്ണിമത്തൻ ഇടാൻ പോകുന്നത് കേട്ടോ. ഇതിന്റെ കളറൊക്കെ മാറി, ചുവപ്പൊക്കെ മാറിയിട്ട് ചെറിയൊരു ഓറഞ്ച് കളർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാൻ പയ്യെ. ഇനി നമുക്കാണെങ്കിൽ നമ്മുടെ തണ്ണിമത്തൻ വേവിച്ചതിനെ നമ്മുടെ അക്വേറിയത്തിന്റെ ഈ സൈഡിലേക്ക് ഇടാം. ഈ ഇഷ്ടി കിടക്കുന്ന ഈ സൈഡിലേക്ക് ഇടാം. അപ്പം നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും ഇത് കഴിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ക്യാമറ ഗോപ്രോ നമ്മളിത് ഇവിടെ ടൈം ലാപ്സിൽ വെക്കും. എനിക്ക് തോന്നുന്നു ഒരു ഫുൾ ഡേ നമുക്ക് വെക്കാൻ പറ്റും, കാരണം നമ്മുടെ പവർ ബാങ്കിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമ്മളങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ ഇതിനകത്ത് ഇടുവാണ്. അപ്പോൾ കറക്റ്റായിട്ട് കാണാവുന്ന രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സെയിം സമയത്ത് നമ്മൾ ഒരു തണ്ണിമത്തൻ നമ്മുടെ മീൻ ഇല്ലാത്ത അക്വേറിയത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് മീനുകളില്ല. നമ്മൾ ഈ അക്വേറിയം സെറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ. ഇത് പ്ലാന്റൊക്കെ വെച്ചിട്ടേ ഉള്ളൂ. പ്ലാന്റൊക്കെ നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. ഇത് എന്തിനാണ് ഇട്ടിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു പ്ലാസ്റ്റിക്കും കൂടെ നമ്മൾ ഇതിനകത്ത് ഇടുവാണ്. കണ്ടല്ലോ, നമ്മളൊരു പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്, ഒരു തണ്ണിമത്തനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ റിമെമ്പർ വൺ തിങ്, ഇതിനകത്ത് മീനുകളില്ല. അപ്പോൾ നമുക്ക് നോക്കാം നാളെ രാവിലെ ആകുമ്പോഴേക്കും എന്തായിരിക്കും ഡിഫറൻസ്. ശരിക്കും പറഞ്ഞാൽ ഈ അക്വേറിയത്തിൽ ഇത്രയും ഷ്രിമ്പ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് തന്നെ അതിന് ഫീഡ് ചെയ്യുന്ന സമയത്താണ്. അല്ലാത്ത സമയത്ത് ഒരിക്കലും നമുക്ക് ഇത്രയും ഷ്രിമ്പിന് ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞു. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ സ്നെയിലും അതുപോലെ തന്നെ ഷ്രിമ്പും ഇതിനകത്ത് കുറച്ച് നേരം പോലും വെറുതെ ഇരുന്നിട്ടില്ല. അവർ ആ തണ്ണിമത്തനെ തന്നെയാണ് അതിനെ അവർ സ്പ്ലിറ്റ് ചെയ്ത് കഴിച്ച് അതിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ, എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പുഴകളും ആറുകളും തോടുകളും ഒക്കെ വളരെ ക്ലീൻ ആയിട്ടിരിക്കുന്നതെന്ന്.
ഇപ്പോൾ സമയം ഏകദേശം എക്സാക്ട്ലി 24 മണിക്കൂറായി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മളിട്ട തണ്ണിമത്തൻ്റെ അവസാനത്തെ ഒരു കുറച്ച് പാർട്ട് മാത്രമേ ഇതിനകത്തുണ്ട്. ഈ വെള്ളം നോക്കി, വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇതിനകത്ത് യാതൊരുവിധ മങ്ങലും ഇല്ല, ഒന്നുമില്ല. നമ്മളതിട്ടിട്ട് ഇനി നമുക്ക് എന്താണെന്ന് നമ്മൾ മറ്റേ അക്വേറിയത്തിൽ പോയി നോക്കാം, മീനില്ലാത്ത അക്വേറിയത്തിൽ. ഇതുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇതിനകത്ത് വെള്ളം മങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളത്തിന് ചെറിയൊരു മങ്ങലുണ്ട്. അതുപോലെ തന്നെ നമ്മളിട്ട തണ്ണിമത്തൻ അതേപടി ഇതിന് കിടപ്പുണ്ട്. അതിൻ്റെ ചുറ്റും കുറേ ഫംഗസ് ഒക്കെ ഉണ്ട്. ഇതുണ്ടോ, ഞാൻ ഇതിനകത്ത് ഇന്ന് രാവിലെ ഒരു ചെറിയ മീനിനെ പിടിച്ചിട്ട്, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരി കൂത്താടി ഉണ്ടായിരുന്നു. ഇതിനെ പിടിച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും കൂത്താടീനെ മൊത്തം ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഒരെണ്ണം പോലും ഇല്ല. പുള്ളി അതിലും എല്ലാം തപ്പി നടക്കുവാണ് കേട്ടോ അടുത്ത കൂത്താടിനെ. പക്ഷേ സ്റ്റിൽ നമ്മളിട്ട ആ തണ്ണിമത്തൻ അതിനി ഇതിനകത്ത് കിടന്ന് ചെയ്യും. അത് 2 ദിവസം കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻ ഏകദേശം ഇതുപോലെ ആയിരിക്കും കേട്ടോ. ഇത് 2 ദിവസമായിട്ട് നമ്മൾ വെള്ളത്തിട്ട് വെച്ചേക്കുന്നതാണ്. വെള്ളം ഇതുപോലെ വൃത്തിയിടാകും. നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയ്ക്ക് എന്താ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ഭൂമിയിൽ മനുഷ്യനാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അതോ ഇതുപോലെയുള്ള ജീവജാലങ്ങൾക്കാണോ? അതിനടിയിൽ വന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമൻസ് ഒന്ന് വായിച്ചു നോക്കാം. മനുഷ്യന് വേണ്ടിയാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്, അല്ലാതെ മറ്റൊന്നിനും വേണ്ടി മനുഷ്യനെ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ ജീവജാലങ്ങളും അത് മനുഷ്യന് വേണ്ടി മാത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചിന്താഗതി മാറ്റിക്കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാ പ്രശ്നങ്ങളും. എല്ലാ ജീവജാലങ്ങളും മനുഷ്യന് വേണ്ടിയല്ല. കുറച്ച് ആൾക്കാർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാനിതെല്ലാം പറഞ്ഞിട്ട് ഞാൻ മീൻ പിടിച്ച് തിന്നാറുണ്ടല്ലോ, മീനിനെ കൊല്ലാറുണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരിക്കലും വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജീവജാലങ്ങളെല്ലാം തിന്നു തീർക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു വെജിറ്റേറിയൻ, കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾ പറയുവാണ്, ഞാൻ ജീവികളെ ഒന്നും കൊല്ലാറില്ല, ഞാൻ ഒന്നിനെയും കൊല്ലാറില്ല, അതുകൊണ്ട് ഞാൻ ഈ ഭൂമിക്ക് യാതൊരു വിധത്തിലുള്ള നാശനഷ്ടം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ മീൻ തിന്നുന്ന ഒരാളെക്കാളും വലിയൊരു ദ്രോഹമാണ് പുള്ളി ചെയ്യുന്നത്. അതൊന്നും മനസ്സിലാക്കി തരാനായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഈ തണ്ണിമത്തനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വിട്ടത്. തണ്ണിമത്തൻ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ചീഞ്ഞ് ഇല്ലാതായി പോകും, വെള്ളം ഇച്ചിരി വൃത്തികേടായാലും. പക്ഷേ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഇതിനകത്ത് നിന്ന് നമ്മൾ എടുത്തു കളയാതെ പോകത്തില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ പുഴകളിൽ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം അതാണ്, നമ്മൾ നമ്മുടെ പുഴകളെ സംരക്ഷിക്കുക. നമുക്ക് കഴിക്കാനുള്ളത്, നമുക്ക് ആവശ്യമുള്ള വെള്ളവും എല്ലാം പുഴകൾ തരും. അതുകൊണ്ട് പുഴകളെ സംരക്ഷിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഗൈസ്.